ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അത്യാവശ്യം ഒരു 8-10 മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള കറയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിനാവശ്യമായിട്ട് നല്ലൊരു മൺചട്ടി വേണം. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു മൺചട്ടി. മാങ്ങയ്ക്ക് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൂടെ വേണം. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം ശർക്കരേൻ്റെ പൊട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മാങ്ങ ദാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതാ കണ്ടോ, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങ അരച്ചതും മാങ്ങയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല കുറുകി നിൽക്കുന്നുണ്ട് കറി. ഇനി ഇതിലേക്ക് ആവശ്യം നല്ല കട്ട തൈരാണ്. കുറച്ച് പുളിയുള്ള നല്ല കട്ട തൈര് ഒഴിച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ. തീ എത്രത്തോളം കുറക്കാൻ കഴിയുമോ അത്രത്തോളം കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കാം. ഇതിനാവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉലുവ ഇട്ട് ഉലുവ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിയിലേക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ ഇതാ കണ്ടോ, നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.